ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് വിദേശ വ്യവസായിയുടെ മൊഴി വന്നിരിക്കുന്നു. ശബരിമലയിൽ നിന്നും സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് ഈ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI ഹൈക്കോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കുകയും ചെയ്തു. വിശദമായ റിപ്പോർട്ട് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിമുടി ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ മൊഴി. 2019-20 കാലഘട്ടങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയെന്നാണ് മൊഴി. സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കുമൊപ്പം ശബരിമലയിലെ ഒരു ഉന്നതൻ കൂടി പങ്കെടുത്തെന്നാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വ്യവസായിക്ക് സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കാര്യങ്ങൾ അറിയാമെന്ന് വെളിപ്പെടുത്തിയത്. പിന്നാലെ ചെന്നിത്തലയുടെയും വ്യവസായിയുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയായിരുന്നു. വ്യവസായിയുടെ മൊഴി SIT പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധനയ്ക്കാണ് നീക്കം. അതിനിടെ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ കേസന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI നിലപാട് അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിലാണ് CBI അഭിപ്രായം അറിയിച്ചത്. റിമാൻഡിൽ കഴിയുന്ന റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് നിലപാട് തേടി. ജാമ്യ ഹർജി ഡിസംബർ 30-ന് പരിഗണിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.